Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi wa man wala wa ashhadu an la ilaha illallah wahdahu la sharika lah wa ashhadu anna muhammadan abduhu wa rasuluhu amma ba'd. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഫദ്ൽ കൊണ്ട് അവർ മനസ്സിലാക്കുന്നത്, പഠിച്ചു വരുന്നത്, ഒരു മുഅ്മിൻ തന്റെ മനസ്സിന് നൽകേണ്ട പരിപാലനം, മനസ്സിനെ എങ്ങനെ ശുദ്ധീകരിക്കാൻ സാധിക്കും, അതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ എന്തെല്ലാമാണ്, ഇതുപോലുള്ള ചർച്ചയാണ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അശ്റു ഖവാഇദു ഫി തസ്കിയത്തി അൻ-നഫ്സ് എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ-ബദർ ഹഫിദുല്ലാഹയുടെ ഗ്രന്ഥമാണ് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഏകദേശം 8 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 8 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവസാനത്തെ ക്ലാസ് ആയിരിക്കും ഈ ഒരു പുസ്തകത്തിലെ. 10 കാര്യങ്ങളാണുള്ളത്. അതിൽ നമുക്കിനി പറയാനുള്ളത് 9-ാമത്തെയും 10-ാമത്തെയും അടിസ്ഥാനമാണ്. ഇതിൽ ഓരോ കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ളതുമാണ്. 9-ാമത്തേത് അൽ ഹദ്റു മിനൽ ഉജ്ബി വൽ ഇഗ്തിറാർ ബിൻ നഫ്സി. സ്വന്തം നഫ്സിനോടുള്ള അത്ഭുതം, ഉജ്ബ്, ആത്മാഭിമാനം. അതായത് ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്ര കാലം നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര കാലം നോമ്പ് നോറ്റിട്ടുണ്ട്, കഴിഞ്ഞ റമളാനിൽ 10 ദിവസം ഉറക്കമൊഴിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര സമ്പത്ത് സ്വതക്ക ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും വഴിതെറ്റി പോവുകയില്ല, എന്റെ മനസ്സിലേക്ക് തിന്മകൾ കയറി വരികയില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് എന്ന് പറയാം. അതന്നെ, അതാണ് ഉജ്ബ്. അതിൽ നിന്നുള്ള സംരക്ഷണം. പിന്നെ എനിക്ക് കഴിയും, എന്റെ നഫ്സിനെ ഇതെല്ലാം കണ്ടതാണ്, ഞാൻ പല ഭാഗത്തും ഇതിലേറെ വലിയ തിന്മകൾ നിറയുന്ന നാടിൽ ജീവിച്ച ആളാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് എനിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം. ഇതെല്ലാം സഹോദരങ്ങളെ മനുഷ്യന്റെ മനസ്സിനെ ഒളിച്ചു കളയും, പടിപടിയായി തിന്മയിലേക്ക് എത്തുകയും ദീൻ പൂർണ്ണമായിട്ടും അവന്റെ അടുക്കൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞായി കാണാൻ സാധിക്കും, ഫലാ തുസക്കു അൻഫുസക്കും. നിങ്ങൾ സ്വന്തം നഫ്സിനെ പുകഴ്ത്തരുത്. എന്ത് ചെയ്യരുത്? എന്റെ നഫ്സ് ഇന്നതാണ്, എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. കാരണം എന്താണ്? ഹുവ അഅലു ബിമൻ ഇത്തഖ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് അറിയാം ആർക്കാണ് ഏറ്റവും കൂടുതൽ തഖ്വ ഉള്ളത്. നമ്മുടെ തഖ്വകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് അറിയാം. അതുകൊണ്ട് സ്വന്തം മനസ്സിനോടുള്ള ഓവർ കോൺഫിഡൻസ് അത് തീർച്ചയായിട്ടും തിന്മയിലേക്ക് എത്തിക്കും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ദുർബലരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലതയോടുകൂടിയാണ്. ദഈഫാണ്, ദുർബലനാണ്. അവന് ഏത് സമയത്തും തിന്മയിലേക്ക് എത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവലില്ലെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് നിസ്കരിക്കാനോ നോമ്പ് നോൽക്കാനോ അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്നല്ല, അല്ലാഹു എന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. സ്വന്തം നഫ്സിനെ, സ്വന്തം മനസ്സിനെ, സ്വന്തം ഹൃദയത്തിനെ ചെറുതായി കാണണം. തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നാൽ രക്ഷപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫദ്ലുണ്ടെങ്കിൽ, ഔദാര്യമുണ്ടെങ്കിൽ എനിക്ക് ഹിദായത്ത് ലഭിക്കും. ഇതുപോലുള്ള ചിന്തയായിരിക്കും ഒരു മുഅ്മിന്റേത്. റസാഖ് അൽ-ബദർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തഖ്വയുടെ സ്ഥാനം, തഖ്വ എന്ന് പറഞ്ഞാൽ അത്
നമുക്കെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ എന്താണ് തഖ്വ? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുക, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഇതാണ് തഖ്വ, ചെറിയ രൂപത്തിൽ പറഞ്ഞ. ഈ തഖ്വയുടെ സ്ഥാനം ഇതിന്റെ പ്രേരണ എവിടുന്നാണ്? മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സ്ഥാനം നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, സ്വന്തം നഫ്സിനെ പുകഴ്ത്തൽ. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട്, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള സ്വന്തം പുകഴ്ത്തൽ, അതില് ഉജുബ്, ആത്മാഭിമാനം കയറിക്കൂടും. വളരെ അപകടകരമായിട്ടുള്ള കാര്യം. എന്ന് മാത്രല്ല, നമ്മുടെ അമൽ സ്വാലിഹാത്തുകളെ പൊളിച്ചു കളയുന്ന റിയാ, ലോകമാന്യതയും വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റഹ്മത്തുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൽ മുഅ്മിനു മഹ്മ ഇജ്തഹദ ഫീ ഫിഅലി സ്വാലിഹാത്ത് വജ്തിനാബിൽ മുഹറമാത്ത് ഫഇന്നഹു ലാ യസാൽ മുഖസ്സറ. ഒരു മനുഷ്യൻ എത്രയൊക്കെ പ്രയത്നിച്ചാലും, ഇബാദത്തുകൾ എത്രയൊക്കെ പ്രയത്നിച്ചാലും, എത്രയൊക്കെ ഹറാമുകൾ വിട്ടുനിന്നാലും മനുഷ്യൻ എപ്പോഴും കുറവുകളുണ്ട്. അത് നമ്മൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ട കാര്യം. വദാലിമൻ ലിനഫ്സി, മനുഷ്യൻ സ്വന്തം നഫ്സിനോട് ദുൽമ്, അക്രമം പ്രവർത്തിച്ചവനാണ്. എത്രയൊക്കെ സൂക്ഷിച്ചാലും മനുഷ്യന് തെറ്റുകൾ വന്നുപോകും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ആരും തന്നെ 100% ക്ലിയർ ആയവരില്ല അമ്പിയാക്കളൊക്കെ. നമുക്ക് കാണാൻ സാധിക്കും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? പ്രവാചകന്മാർ കഴിഞ്ഞാൽ മനുഷ്യരിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ്, സംശയമില്ല വിഷയത്തിൽ. ഏറ്റവും വലിയ വലിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി കൊണ്ട് വിശ്വസിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് എന്നുള്ള പേര് അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തു. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ദൂതരെ, എനിക്ക് നിസ്കാരത്തിൽ ദുആ ചെയ്യാനുള്ള ഒരു ദുആ പഠിപ്പിച്ചു നൽകണം. ഒരു ദുആ എനിക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അത് നിസ്കാരത്തിലായിരിക്കണം, അത് താങ്കൾ പഠിപ്പിച്ചു തരണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ, അത് അത്തഹിയാത്തിന്റെ അവസാനത്തെ, തശഹുദിന്റെ അവസാനത്തിൽ ചെല്ലേണ്ട ദുആ ആയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, ഞാൻ സ്വന്തം നഫ്സിനോട് ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചു, തിന്മകൾ ഒരുപാട് റബ്ബർ പ്രവർത്തിച്ചിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാനില്ല. ഫഗ്ഫിർ ലി മഗ്ഫിറത മിൻ ഇൻദിക്, അതുകൊണ്ട് റബ്ബേ, നിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്ത് നീ നൽകണം, എനിക്ക് പുറത്തു നൽകണം. നിന്റെ അടുക്കലുള്ള മഗ്ഫിറത്ത് കൊണ്ട് എനിക്ക് പുറത്തു നൽകണം. വർഹംനി, എനിക്ക് റഹ്മത്ത്, എന്നോട് കാരുണ്യം കാണിക്കണം. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും നീ ഗഫൂറും, ഏറെ പൊറുക്കുന്നവനും, റഹീമും, കാരുണ്യം ചെയ്യുന്നവനുമാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ ഫിൽ ജന്ന. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റയിലൊപ്പം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ കുന്തു മുത്തഖിദൻ ഖലീല, ഞാനൊരു ഖലീലിനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ ഖലീലായി സ്വീകരിക്കുമായിരുന്നു റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീലായി സ്വീകരിച്ചതുപോലെ. ഇങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാണ് ഇതുപോലുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, സ്വന്തം നഫ്സിനെ നമ്മൾ ഭയപ്പെടണം. ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ പേടിക്കണം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുൽ മുഅ്മിനൂനിലുള്ള ഒരു ആയത്താണ്, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ എന്നുള്ളത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകൾ,
അവർ ചിലവഴിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിലേക്ക് മടങ്ങി പോണ്ടവരാണ് എന്നുള്ള ഭയം കൊണ്ട് അവിടെ കൽബ് വിറക്കുന്നവരാണ്. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളവരാണ് എന്നുള്ള ചിന്ത കൊണ്ട് മനസ്സ് കിടകിട വിറച്ചിട്ടാണ് അവർ ചിലവഴിക്കുന്നത്, സ്വന്തം സമ്പത്തിൽ നിന്നും ചിലവഴിക്കുന്നത്. ഈ ആയത്ത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിന്റെ ദൂതരെ, ഹൗമുൽ ലദീന യശ്റബൂനൽ ഖംറ വയസ്റഖൂൻ, അവർ, അതായത് കൽബ് വിറച്ചുകൊണ്ട് ചിലവഴിക്കുന്നവർ എന്ന് പറഞ്ഞത് അവർ മദ്യപിക്കുന്നവരാണോ? അവർ മദ്യപിക്കുന്ന ആളുകളാണോ? അതല്ല അവർ മോഷ്ടിക്കുന്ന ആളുകളാണോ? ഒരുപാട് തിന്മകൾ ഉണ്ടായത് കൊണ്ടാണോ അള്ളാഹുവിന്റെ ദൂതര അവർക്ക് പേടി എന്ന് ചോദിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിൻത സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളെ, വലാകിന്നഹും, അതിന്റെ പ്രത്യേകത എന്താണ്? അല്ലദീന യസുമൂൻ, നോമ്പ് നോൽക്കുന്നവരാണ്, വയുസല്ലൂൻ, നിസ്കരിക്കുന്നവനാണ്, വയതസദ്ദഖൂൻ, സ്വതക്ക ചെയ്യുന്നവരാണ്, വഹും യഖാഫൂൻ, അതോടൊപ്പം അവർ പേടിക്കുന്നവരാണ്, അല്ലാ തുഖ്ബല മിൻഹും, അവരിൽ നിന്നും അത് സ്വീകരിക്കപ്പെടുകയില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ലേ എന്നുള്ള ഭയത്താൽ ഇതെല്ലാം ചെയ്യുന്നവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ അവസ്ഥ എന്താണ്? പൂർണ്ണമായിട്ടുള്ള ഇബാദത്ത് നമ്മുടെ കയ്യിലില്ല. കൃത്യമായിട്ടുള്ള ഇഖ്ലാസോടുകൂടി ഖുശൂഅോടുകൂടി നിസ്കരിച്ചൊരു നിസ്കാരം നമുക്ക് എടുത്തു പറയാൻ ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള നമ്മളുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർത്ത് നാളെ പരലോകത്ത് വരാനുള്ള ഭയാനകരമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ചിന്തിച്ച് എത്രത്തോളം വിഷമിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വഖാല അബ്ദുല്ലാഹി ബിൻ അബി മുലൈക എന്ന് പറയുന്ന കിബാറു താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്, വലിയ പണ്ഡിതനായിരുന്നു, സഹാബാക്കളുടെ അടുക്കൽ നിന്നും പഠിച്ച പണ്ഡിതനാണ്, താബിഈയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്റക്തു അക്സറ മിൻ 30 സഹാബിയ്യൻ, ഞാൻ 30 സഹാബാക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ ഒരു സഹാബിയെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അവനക്ക് വലിയ ഫضലുണ്ടായിരുന്നു. അങ്ങനെയുള്ള 30 സഹാബാക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി. അദ്ദേഹം പറയാണ്, എല്ലാവരും, ഈ സഹാബാക്കൾ എല്ലാവരും സ്വന്തം നഫ്സിൽ നിഫാഖിനെ, കാപട്യത്തെ കുറിച്ച് ഭയക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. 30 സഹാബാക്കളും എനിക്ക് നിഫാഖുണ്ടോ, ഞാൻ മുനാഫിക്കാണോ എന്ന് ഭയക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ തിന്മകൾ ചെയ്തു, നന്മകൾ കുറവാണ്, എന്നിട്ട് നമുക്ക് ആ ഭയമില്ല. സൂക്ഷിക്കണം. ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞായി കാണാൻ സാധിക്കും, അൽ മുഅ്മിനു ജമഅ ഇഹ്സാനൻ വ ശഫഖ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായിരിക്കും, അതോടൊപ്പം അവനക്ക് ഭയമുണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്നത് കുറവാണല്ലോ, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ടല്ലോ എന്നുള്ള ഭയം അവനക്കുണ്ടായിരിക്കും. എന്നാൽ മുനാഫിക്കിന്റെ അവസ്ഥ എന്താ? വൽ മുനാഫിഖ് ജംഉൽ ഇസാഅതൻ വ അമാന. മുനാഫിക്ക് തിന്മ ചെയ്യുന്നവരായിരിക്കും, തിന്മകൾ ഒരുപാടുണ്ടായിരിക്കും, പക്ഷെ അതോടൊപ്പം നിർഭയത്വത്തിലായിരിക്കും. ഇതിലേത് കൂട്ടരിലാണ് നമ്മളെന്ന് ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് അദ്ദേഹം ഒരായത്തോതി, ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. അള്ളാഹുവിന്റെ വിശ്വസിച്ച ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്ന ആയത്താണ്. അള്ളാഹുവിന്റെ ഖശിയത്ത് കൊണ്ട് ഭയക്കുന്നവരായിരിക്കും അവർ എന്നുള്ളത്. അള്ളാഹുവിനോടുള്ള ഭയം ആര്? മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടായിരിക്കും. സഹോദരൻ, നമ്മുടെ അടുക്കൽ തിന്മകളുണ്ട് എങ്കിൽ പോലും അതിനെക്കുറിച്ചൊരു ഭയമില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ സൂക്ഷിക്കണം. അത് മാറ്റിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സത്യസന്ധമായിട്ടുള്ള ദുആ അള്ളാഹുവിനോട് ചോദിക്കണം. റബ്ബേ, ഇത് എനിക്ക് മാറ്റി നൽകണം. അള്ളാഹു എന്റെ നഫ്സിനെ നീ ശുദ്ധീകരിച്ച് നൽകണം. അള്ളാഹു എനിക്ക് കുറവുകളുണ്ട്, ഈ കുറവുകൾ ദൂരീകരിച്ച് നൽകണമെന്ന് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നവനാണ്. അതാണ് 9ാമത്തെ കാര്യം. സ്വന്തം നഫ്സിൽ ഉജുബുണ്ടാകാതിരിക്കുക, സ്വന്തം മനസ്സിൽ സ്വന്തം നഫ്സിനോട് ഉജുബുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്.
ഇനി സഹോദരങ്ങളെ 10ാമത്തേത് അവസാനത്തേതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ ചില ഭാഗങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. എങ്കിൽ പോലും ഈ ഒരു ഭാഗം അല്പം വിശദമായിട്ട് തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 10ാമത്തേത് മഅരിഫത്തുൻ നഫ്സ്, നഫ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യന്റെ എല്ലാ ദുർബലതകളും അത് കൈകാലുകൾക്കല്ല, അത് മനസ്സിലാണ്. നമുക്ക് കാണാൻ സാധിക്കും പല ആളുകളെയും. ശരീരം അൽഹംദുലില്ലാഹ് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ശരീരം എല്ലാ സ്ഥാനത്തേക്കും എത്തും. ചില ആളുകൾ കായികമായി നല്ല ശേഷിയുള്ളവരായിരിക്കും, പക്ഷെ നിസ്കരിക്കാൻ കഴിയണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ശരീരം ശക്തിയുള്ളതാണ്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി 5 വക്ത് നിസ്കരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ശരീരത്തിന്റെ ദുർബലത കൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അല്ല, മറിച്ച് മനസ്സിന്റെ ദുർബലതയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശക്തിയുള്ള മുഅ്മിനെയാണ് ഇഷ്ടമെന്നുള്ളത്. ഈ ശക്തി കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതിന്റെ അടിസ്ഥാനം മനസ്സാണ്. മനസ്സിന് ശക്തിയില്ലാതെ ശരീരത്തിന് ശക്തി ഉണ്ടായതുകൊണ്ട് അതിന് ഉപകാരമില്ല. നമുക്ക് കാണാൻ സാധിക്കും പല രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഹറമിൽ പോയിരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്ക് നൽകുന്ന ഔദാര്യമാണ്. അവർക്ക് ഒരുപക്ഷെ ഒരു കാലുണ്ടായിരിക്കുകയില്ല, ഒരുപക്ഷെ നീച്ച് നടക്കാനുള്ള അവസ്ഥ അവർക്ക് ഉണ്ടായിരിക്കുകയില്ല, പക്ഷേ അവർ മണിക്കൂറുകൾ നിന്ന് നിസ്കരിക്കും. ഈ ഗ്രന്ഥം എഴുതിയ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഇന്തോനേഷ്യയിലേക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായൊരു സംഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മസ്ജിദിൽ പോയിരുന്നു. ഒരു കാലില്ലാത്തൊരു മനുഷ്യൻ 2 കുത്തി നടക്കുന്ന ഹാൻഡിക്യാപ്ഡുകൾ നടക്കുന്ന അതുമായി വന്നു. അത് നിലത്ത് വെച്ച് ഒരു കാലുമേ നിന്ന് 3 ജുസ് ഓതി നിസ്കരിച്ചു എന്നാണ്. 3 ജുസ് ഓതി നിസ്കരിച്ചു. അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടായിരുന്നു അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ്. സഹോദരങ്ങളെ, മനസ്സിനെ ശക്തിപ്പെടുത്തണം. മനസ്സിന്റെ ദുർബലതയാണ് ശരീരത്തിലേക്ക് വരിക. സലഫുകളുടെ ഒരുപാട് കോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും വിഷയത്തിൽ. മനസ്സിനെ നന്നാക്കുക, മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള വിഷയത്തിൽ പല ആളുകൾക്ക് പതിന്മേൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സ് കൊതിച്ചു പോവുകയാണ് തിന്മകൾ ചെയ്യാൻ, ശഹവത്തിനോടുള്ള ആഗ്രഹം. അതിനുള്ള മാർഗം മനസ്സിനെ നന്നാക്കുക എന്നുള്ളതാണ്. അതിനാദ്യം എന്ത് അറിയണം? നമ്മൾ മനസ്സിന്റെ അവസ്ഥ, മനുഷ്യന്റെ മനസ്സിന്റെ ദുർബലത നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ മനസ്സിനുള്ള ദുർബലത അത് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, മനസ്സ് 3 തരത്തിലാണ്, 3 ഇനാണ് ഉള്ളത് എന്നുള്ളത്. ഒന്നാമത്തേത് അൻ-നഫ്സുൽ മുത്മഇന്ന, ശാന്തതയുള്ള മനസ്സ്, ശാന്തതയുള്ള മനസ്സ്. അതായത് ഈമാൻ കൊണ്ട് പൂർണ്ണമായിരിക്കും. ഈമാൻ ഉണ്ടാവും അതിലെപ്പോഴും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ റഅദ് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, വിശ്വസിക്കുകയും തന്റെ കൽബുകൾ അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ശാന്തമാവുകയും ചെയ്തവർ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് കൽബുകൾ ശാന്തമാവുക. നിങ്ങൾ നോക്കൂ, നമുക്ക് പലപ്പോഴും ശാന്തത ലഭിക്കാറ് ഇതിൽ നിന്നാണോ? അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് നമുക്ക് മനസ്സിന് ശാന്തത ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പലപ്പോഴും നമുക്ക് മനസ്സിന് പ്രയാസമുണ്ടാകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, നഊദുബില്ലാഹ്, ചില ആളുകൾ മ്യൂസിക് കേൾക്കും, ചില ആളുകൾ ശൈത്താന്റെ ശബ്ദമായ മ്യൂസിക് കേൾക്കും, മറ്റു ചില ആളുകൾ മറ്റു ചില ലഹരികൾ ഉപയോഗിക്കും. നഊദുബില്ലാഹ്. അല്പസമയം ലഭിക്കുന്ന ആ ഒരു ശാന്തത, അതിന്റെ ആ ഒരു ശക്തി നഷ്ടപ്പെട്ടാൽ പിന്നീട് ആ പ്രയാസം അവനിലേക്ക് മുന്നിട്ട് വരും. കൃത്യമായിട്ടുള്ള ശാന്തി ലഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ കൊണ്ടാണ്. പ്രയാസമുണ്ടാകുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുക. ഏറ്റവും നല്ല ദിക്റായ ഖുർആൻ കേൾക്കുക. ചുരുക്കം പറഞ്ഞാൽ ഒന്നാമത്തെ നഫ്സുൽ മുത്മഇന്ന, രണ്ടാമത്തേത് അൻ-നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന നഫ്സ്.
അതിന്റെ പ്രത്യേകത എന്താണ്? തിന്മ ചെയ്താൽ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവും. അതായത് രോഗങ്ങളുണ്ട്, ഈ രോഗങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിൽ ഖൈറുകളുണ്ട്. ഒരു തിന്മ ചെയ്യും, അത് കഴിഞ്ഞ് ഒരു നന്മ ചെയ്യും, പിന്നെ തിന്മ ചെയ്യും, അങ്ങനെ പോകുന്ന ഒരു മനസ്സ്. അങ്ങനെയുള്ള നഫ്സിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ഞാൻ കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. ഇങ്ങനെയുള്ള നഫ്സ് രണ്ടാമത്തേത്. ഇതിലേതാണ് നമ്മളതെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മുടെ മനസ്സിനെ കുറിച്ച് നമുക്കാണ് കൂടുതൽ അറിയുക. ഇനി മൂന്നാമത്തേത് അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ, തിന്മകൾ കൽപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന മനസ്സ്. വെറും തിന്മകളോടുള്ള താല്പര്യം, ഇച്ഛകൾ. ഒരു തിന്മ കഴിഞ്ഞാണ് അടുത്ത തിന്മ. അത് പല രൂപത്തിൽ സംസാരിക്കുമ്പോൾ തിന്മ, തെറി വായിൽ നിന്ന് വരിക. അതുപോലെ തന്നെ എവിടെ പോയാലും തിന്മകൾ സമ്പാദിക്കാൻ ശ്രമിക്കുന്ന മനസ്സ്, അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന മനസ്സിന് ഔദുബില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇതുപോലുള്ള മനസ്സുകളിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീ, അസീസിന്റെ ഭാര്യ, അവർ പറയുന്നതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അമാ ഉബദ്ദിഉ നഫ്സി, എന്റെ നഫ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല. അമാ ഉബദ്ദിഉ നഫ്സി, എന്റെ നഫ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല. ഇന്നൻ നഫ്സ, തീർച്ചയായിട്ടും മനസ്സ്, ലഅമ്മാറത്തും ബിസ്സൂ, മനസ്സിലെന്തുണ്ട്? തിന്മയിലേക്കുള്ള പ്രേരണയുണ്ട്. ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ റബ്ബ് കാരുണ്യം ചൊരിഞ്ഞ ഒരു മനസ്സിനല്ലാതെ. സൂക്ഷിക്കണം, തിന്മക്കുള്ള പ്രേരണ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പല ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്, എന്റെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തണം. മൊബൈൽ ഫോൺ കൊണ്ടുള്ള ഫിത്ന, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, മണിക്കൂറുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ തിന്മയുടെ അക്കൗണ്ടിൽ എഴുതിക്കൊണ്ടേയിരിക്കും. മണിക്കൂറുകൾ. പലപ്പോഴും അതിൽ മ്യൂസിക് ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ കാണുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയതാണോ എന്ന് പോലും ഒരു മനുഷ്യൻ ചിന്തിക്കുന്നില്ല. വലിയ ഫിത്നയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനോടുള്ള ആഗ്രഹം ഉണ്ടാവുക മനസ്സിൽ. ഇങ്ങനെയുള്ള മനസ്സ്, ആകെ 3 മനസ്സാണുള്ളത്. 3 തരത്തിലുള്ള മനസ്സുകളാണുള്ളത്. ഒന്നാമത്തേത് അന്നഫ്സുൽ മുത്മഇന്ന, ശാന്തിയുള്ള, നന്മകളോട് താല്പര്യമുള്ള മനസ്സ്. നിസ്കാരം കഴിഞ്ഞാൽ നോമ്പ്, നിസ്കാരം കഴിഞ്ഞാൽ മറ്റ് ഖൈറുകൾ, അതല്ലെങ്കിൽ മുബാഹാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകുക. അത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്താക്കിയിട്ടുള്ള, മുസ്തഹബാക്കിയിട്ടുള്ള കാര്യങ്ങൾ മുഴുകുക. അതുപോലെ തന്നെ ഖൈറുകൾ മുഴുകുന്ന മനസ്സ്. രണ്ടാമത്തേത് ഖൈറുണ്ട്, തിന്മയുണ്ട്, ഇങ്ങനെയുള്ള മനസ്സ്. മൂന്നാമത്തേത് തിന്മ മാത്രം നിറഞ്ഞു നിൽക്കുന്ന മനസ്സ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും, ചില സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ ഈ 3 അവസ്ഥയും വരാം. ചില ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ 3 അവസ്ഥയും മനുഷ്യനുണ്ടാകാം. മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ കാണാൻ സാധിക്കും, രാവിലെ അൽഹംദുലില്ലാ സുബഹി നിസ്കാരം കഴിഞ്ഞ് അല്പസേരം ഇശ്റാഖിന് വേണ്ടി ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന അതുക്കാരപോലെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അൽഹംദുലില്ലാ അവിടെ നന്മയോടുള്ള ആഗ്രഹമായിരിക്കും. പിന്നീട് മോശപ്പെട്ട ചിന്തകൾ വരും, മോശമായിട്ടുള്ള ചിന്തകൾ വരും, അങ്ങനെ തിന്മ പ്രവർത്തിക്കും. അതിനെ കുറ്റപ്പെടുത്തുന്ന മനസ്സായി മാറും, രണ്ടാമത്തെ മനസ്സാവും. അതങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി ആ തിന്മകൾ കൂടുതൽ ചെയ്താൽ ആ ദിവസത്തിൽ തന്നെ യാതൊരു കുറ്റപ്പെടുത്തലുമില്ലാതെ അന്ന് ഇശാ ആവുമ്പോഴേക്കും ഇവന്റെ മനസ്സിൽ തിന്മകളെ മാത്രം കൽപ്പിക്കുന്ന മനസ്സായി മാറുന്ന അവസ്ഥ. അയാദമില്ല. ഇതുപോലുള്ള അവസ്ഥ ഒരു മനുഷ്യന് ദിവസത്തിൽ തന്നെ ഉണ്ടാകാം എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. 2 പ്രധാനപ്പെട്ട ഉപമകൾ മനസ്സിനെ കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഇമാം ആജൂജി റഹ്മത്തുള്ളാഹി അദ്ദേഹം വിശദീകരിച്ച ഒരു ഉപമയാണ്. രണ്ടാമത്തേത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി വിശദീകരിച്ച ഒരു ഉപമയാണ്. രണ്ടിലും നമുക്ക് ഒരുപാട് ഗുണപാഠമുണ്ട്. ഒന്നാമത്തേത് ഇമാം ആജൂരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ അദബുൻ നുഫൂസ്, നഫ്സിന്റെ അദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച് പറയുന്നതാണ്. അദ്ദേഹം പറയുന്നു, വഅന ഉമസ്സിലു ലക മിസാലൻ ലാ യഖ്ഫാ അലൈക അംറുഹാ, ഞാൻ നിനക്ക് ഒരു ഉപമിച്ചു നൽകാം.
അതിന്റെ കാര്യം നിന്നെ തൊട്ട് മറയാതിരിക്കട്ടെ. നീ അറിവ് അന്ന നഫ്സ മസ്ലുഹ, അതിന്റെ ഉപമ കമസ്ലിൽ മുഹരി, അതിന്റെ ഉപമ എന്തുപോലെയാണ്? പൂർണ്ണമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഒത്ത ഒരു കുതിരക്കുട്ടിയെ പോലെയാണ്. ഒരു കുതിരക്കുട്ടിയെ പോലെയാണ്. അൽ ഹസൻ മിനൽ ഖൈൽ, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുതിരകളിൽ നിന്നും ഏറ്റവും നല്ല കുതിരയുടെ എല്ലാ ഗുണങ്ങളുമൊത്ത ലക്ഷണമൊത്ത ഒരു കുതിരക്കുട്ടി. അതുപോലെയാണ് മനസ്സ്. ഇദാ നദറ ഇലൈഹി നാദിറുൻ അഅജബ ഹുസ്നുഹു വബഹാഉഹു, ഒരാൾ അതിലേക്ക് നോക്കിയാൽ അതിന്റെ ഗുണം കണ്ട്, അറിയുന്ന ആളുകൾ അതിന്റെ ഗുണം കണ്ട് അതിന്റെ രൂപം കണ്ട് അത്ഭുതപ്പെടും, നല്ലത് പറയും. അങ്ങനെയുള്ള കുതിരക്കുട്ടിയെ പോലെയാണ് ഫയഖൂലു അഹ്ലുൽ ബസീറ. എന്നാൽ കുതിരയുമായി ബന്ധപ്പെട്ട് അതിന് ഉൾക്കാഴ്ചയുള്ള ആളുകൾ എന്ത് പറയും? ലാ യുൻതഫഉ ബിഹാദാ ഹത്താ യുറാല റിയാലത്തൻ ഹസന, ഇതുകൊണ്ട് യാതൊരു ഉപകാരം ലഭിക്കുകയില്ല. എന്തുകൊണ്ടല്ലാതെ? കൃത്യമായിക്കൊണ്ട് പരിശീലനം നൽകിയിട്ടല്ലാതെ, കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിച്ചാലല്ലാതെ, കൊടുത്താലല്ലാതെ കുതിരക്കുട്ടിയെ കൊണ്ട് അതിന്റെ ഉടമക്ക് യാതൊരു ഉപകാരവും ലഭിക്കുകയില്ല. ഹസന, നല്ല മര്യാദ പഠിപ്പിക്കണം. ഫഹീനൈദി യുൻതഫഉ ബി, അങ്ങനെയാണെങ്കിൽ അവൻക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കും. ഫയസ്ലുഹു ലിത്വലബി വൽ അറബി, അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് അവന്റെ അടുക്കൽ വരും. യുദ്ധത്തിലേക്ക് പോകാൻ അവരെ സഹായിക്കും, ശത്രുവിനെ പേടിക്കാതെ അനുസരിക്കും. വയഹ്മദു റാകിബുഹു അവാഖിബ തഅദീബിഹി വലിയാതിഹി, അങ്ങനെ അവസാനം ആ കുതിര വലുതായാൽ അതിന്റെ ഉടമ അതിന് നൽകിയ പരിശീലനം പ്രകാരം, ആ പരിശീലനം ലഭിച്ചതുകൊണ്ട് അതിനെ പുകഴ്ത്തും. പറഞ്ഞാൽ അനുസരിക്കുന്നതാണ്. പറഞ്ഞാലെന്ന് ഉദ്ദേശിച്ചത് സൂചനകൾ നൽകുക എന്നുള്ളതാണല്ലോ കുതിരയുടേത്. സൂചനകൾ നൽകിയാൽ അത് മനസ്സിലാക്കും, അത് അനുസരിക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനെ പുകഴ്ത്തും. ഇനി അതിന് ഈ പറഞ്ഞതുപോലെ റിയാള പരിശീലനം നൽകിയിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ അതിന് മര്യാദകൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലോ അതിന്റെ ശരീരം കൊണ്ട് യാതൊരു ഉപകാരവും ലഭിക്കുകയില്ല. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ നൽകുന്ന സൂചനകൾ അനുസരിച്ച് അത് പ്രവർത്തിക്കുകയില്ല. യുദ്ധത്തിൽ നിന്ന് യുദ്ധത്തിലേക്ക് കുതിക്കേണ്ട സമയത്ത് അത് കുതിക്കുകയില്ല. അതിൽ നിന്ന് പിന്നിലേക്ക് വലിയേണ്ട സമയത്ത് പിന്നിലേക്ക് വലിയുകയില്ല. അവസാനം പ്രയാസപ്പെടും എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഒരു മനുഷ്യൻ ഈ ഒരു കാര്യം കേട്ട്, അതായത് ഒരാൾ ബസീറത്തുള്ള ഒരാൾ പറഞ്ഞത് കേട്ട് നല്ല ഒരു പരിശീലകന്റെ അടുക്കലേക്ക് ഈ കുതിരയെ ഏൽപ്പിച്ചാൽ അവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. അവൻ രക്ഷപ്പെടും. പരിശീലകന് ഉണ്ടാകേണ്ട പ്രത്യേകതയാണ് അദ്ദേഹത്തിന് എന്ത് വേണം? കുതിരനെ പരിശീലിപ്പിക്കാൻ അറിയണം. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ക്ഷമ, പരിശീലിപ്പിക്കുമ്പോൾ ക്ഷമയും അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കാൻ ആദ്യം നമുക്ക് അറിവ് വേണം. എങ്ങനെ പരിശീലിപ്പിച്ചെടുക്കും, എങ്ങനെ ഇന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടും, ഇന്ന നന്മകളെ എങ്ങനെ അതിലേക്ക് പ്രവേശിപ്പിക്കാം എന്നുള്ള അറിവ് നമുക്ക് വേണം. രണ്ടാമതായിക്കൊണ്ട് സബ്ർ, ക്ഷമ വേണം. പെട്ടെന്നൊരു ദിവസം ഒന്നും ലഭിക്കുകയില്ല. നല്ല ക്ഷമ സ്വീകരിച്ചുകൊണ്ട്, സബ്ർ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം അവൻ സ്വന്തം മനസ്സിനെ മാറ്റിയെടുക്കേണ്ടത്, കുതിരക്കുട്ടിയെ മാറ്റിയെടുക്കുന്നത് പോലെ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അത് നൽകേണ്ട പരിശീലനം കൃത്യമായി കൊണ്ട് ലഭിച്ചു. ആ പരിശീലനത്തിൽ പരിശീലിപ്പിക്കുന്ന വ്യക്തി ഒരുപാട് ക്ഷമ കൈക്കൊണ്ടു. അതായത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും അതിന് നൽകേണ്ട കൃത്യമായിട്ടൊരു പരിശീലനം നൽകുന്ന സന്ദർഭത്തിൽ. ഇതെല്ലാം നൽകി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം പറഞ്ഞ ആ ബസീറത്തുള്ള വ്യക്തി പറഞ്ഞതുപോലെ അവനക്ക് ഉപകാരപ്പെടും. ഇനി അതല്ലെങ്കിലോ യുദ്ധത്തിന്റെ സമയത്ത് അവൻ ഖേദിക്കും, ഖേദമുണ്ടാവും. നഷ്ടപ്പെട്ടുപോയി, ഇത്രയും കാലം നഷ്ടപ്പെട്ടുപോയി, ഞാൻ നാശത്തിലായി. ഇതുപോലെ സഹോദരങ്ങൾ നമ്മുടെ കൽബിനെ നന്നാക്കിയിട്ടില്ലെങ്കിൽ, ശരിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഇപ്രകാരം നിൽക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് 60 വയസ്സ് തന്നു, എനിക്ക് 40 വയസ്സ് ജീവിക്കാനുള്ള അവസരം നൽകി. ചില ആളുകൾക്ക് വിശാലമായി 100 വയസ്സ് നൽകി. പക്ഷെ എന്താണ് ഞാൻ ചെയ്തത്? എന്റെ നഫ്സിൽ എന്താണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പേടിച്ചുകൊണ്ട് എന്നാണ് ഞാൻ അവസാനം കരഞ്ഞത്? അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച്
ചിന്തിച്ചുകൊണ്ട് എന്നാണ് ഞാൻ അവസാനം കരഞ്ഞത്, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ എന്നാണ് എനിക്ക് അവസാനമായി ഉണ്ടായത്. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇങ്ങനെയുള്ള അവസ്ഥ മനുഷ്യന് വരാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വൈകിട്ടില്ല, മനസ്സിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ 3 തരം മനസ്സുകൾ. ഇതിലേത് മനസ്സാണ് ആദ്യം നോക്കുക. അതിനുശേഷം ഓരോ കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ ആഡ് ചെയ്യുക, ഇതിൽ ഉൾക്കൊള്ളിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഉപമ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം നൽകിയ ഒരു ഉപമയാണ്. അദ്ദേഹം പറഞ്ഞു, അന്നഫ്സു ജബലുൻ അദീമുൻ ഷാഖുൻ ഫി ത്വരീഖി സൈരി ഇലല്ലാഹ്. നഫ്സ് എന്നുള്ളത് വലിയൊരു പർവ്വതമാണ്. ആ പർവ്വതത്തിലേക്കുള്ള യാത്ര അത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. നഫ്സിനെ ശരിയാക്കിയെടുക്കുക എന്നുള്ളത്. ആ പർവ്വതത്തിലേക്കുള്ള യാത്രയാകട്ടെ, അതിലേക്കുള്ള വഴികളാകട്ടെ വളരെ പ്രയാസപ്പെട്ടതാണ്. എന്നാൽ എല്ലാവർക്കും അവിടേക്ക് എത്തുക തന്നെ വേണം. അതിന്റെ മുകളിൽ എത്തണം എന്നുള്ളതാണ്. മനസ്സിനെ ശുദ്ധീകരിച്ച് അതിനെ ശരിയാക്കി അവസാനം അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായിട്ടുള്ള മനസ്സായിരിക്കണം. നഫ്സുൽ മുത്മയിന്നയായിരിക്കണം, മുഹ്സിനീങ്ങളുടെ മനസ്സായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു മനസ്സിന് ഉടമയാകണം. എന്നാൽ അതിലേക്കുള്ള മാർഗങ്ങൾ എന്തെല്ലാം, അതിന്റെ അവസ്ഥ എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് എളുപ്പമല്ല, വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയവർക്ക് അത് എളുപ്പമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയവർക്ക് അത് എളുപ്പമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി നൽകുമാറാവട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഒരു പർവ്വതത്തിന്റെ വഴിയിൽ മുള്ളുകളുണ്ട്, വലിയ കുഴികളുണ്ട്, വലിയ കിടങ്ങുകളുണ്ട്, അതുപോലെ തന്നെ വലിയ പാറക്കെട്ടുകളുണ്ട്, മുള്ളുകളും അതുപോലുള്ള കുപ്പിച്ചില്ലുകളും ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല കൊള്ളസംഘങ്ങളുമുണ്ട്. രാത്രി സഞ്ചരിക്കുന്ന ആളുകളെ പിടിക്കുന്ന, അവരുടെ സമ്പത്ത് മോഷ്ടിക്കുന്ന കൊള്ളസംഘങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് രാത്രി സഞ്ചരിക്കുമ്പോൾ, രാത്രിയിലാണ് സഞ്ചരിക്കുകയും വേണ്ടത്. അങ്ങനെയുള്ള പർവ്വതത്തിലെ എപ്രകാരം സഞ്ചരിക്കണം, അതുപോലെയാണ് ഒരാൾ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കുക. ഓരോ ഭാഗങ്ങൾ ശരിയാക്കി അവൻ മുന്നോട്ട് പോകും. അവന്റെ കയ്യിൽ എന്തെല്ലാം വേണം അദ്ദേഹം പറഞ്ഞു. അവനിക്കതിൽ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. ഒന്ന്, ഈമാൻ, ശക്തമായിട്ടുള്ള ഈമാൻ കൊണ്ടല്ലാതെ. രണ്ടാമത്തേത് ദൃഢതയുടെ വിളക്ക് എന്നാണ് പറഞ്ഞത്. യഖീനുമാണ്, ശക്തമായിട്ടുള്ള ദൃഢത, മനസ്സിലുള്ള അള്ളാഹുവിനോടുള്ള ദൃഢത, അള്ളാഹുവിലുള്ള വിശ്വാസം, അഖീദയിലുള്ള ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളിലുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം വേണം. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഈമാൻ, തഖ്വ, ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവൻ അതിലൂടെ സഞ്ചരിക്കുക. എന്നാൽ മറ്റു ചില ആളുകളുടെ അവസ്ഥ എന്താണ്? അവർക്ക് എത്താൻ സാധിക്കുകയില്ല. കുറച്ചെത്തുമ്പോൾ വല്ല പ്രയാസത്തിലും പെട്ട് അവർക്ക് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കാതെ നശിച്ചു പോകും. മനസ്സിനെ നന്നാക്കാൻ സാധിക്കുകയില്ല. അവൻ ജനിക്കുമ്പോഴും അല്ലെങ്കിൽ യുവാവായിരിക്കുന്ന സന്ദർഭത്തിലും പിന്നീട് വാർദ്ധക്യത്തിലെത്തുമ്പോഴും മരണത്തിന്റെ സന്ദർഭത്തിലും മോശമായിട്ടുള്ള മനസ്സായിരിക്കും, മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ പ്രയാസങ്ങൾ സഹിച്ച് ഈ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് അവസാനം ആ മലയുടെ മുകളിലെത്തുക എന്നുള്ളതാണ് വിജയം. അതിനോട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ സഹിച്ച് അത് നേരിടണം. അതിനു വേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈമാനാണ്. ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈമാനിലുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം, ശക്തമായിട്ടുള്ള വിശ്വാസത്തിലുള്ള ശക്തമായിട്ടുള്ള ദൃഢത, യഖീൻ എന്ന് പറയാം, അത് നിർബന്ധമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരാൾക്ക് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവസാനം അവൻ എത്തുന്ന സന്ദർഭത്തിൽ അവൻ വിജയിക്കും. അതില്ലാത്ത ആളുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഔദാര്യം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകും. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഫദ്ലുള്ളവനാണ്,
മഹത്തായ ഉദാഹരണം നൽകുന്നവനാണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഉപമകളും നമ്മൾ ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് മനസ്സിനെ കുറിച്ച് ചിന്തിക്കാം. മനസ്സിന് ഇതിനായിട്ട് ചിന്തിച്ച് എങ്ങനെ മനസ്സിനെ മാറ്റിയെടുക്കാം, തിന്മകളിൽ നിന്നും എങ്ങനെ വിട്ടുനിൽക്കാം, സന്തോഷത്തോടുകൂടി ഇബാദത്തുകൾക്ക് എങ്ങനെ അടുക്കാം എന്നുള്ളത് നമ്മൾ അത് പരിശീലിപ്പിച്ച് മനസ്സിനെ ശരിയാക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് 10 അടിസ്ഥാനങ്ങളിലായിക്കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത്. ഇനി ഇതിലൊരു ഖാത്തിമയുണ്ട്. അവസാനം അദ്ദേഹം സ്വഹാബാക്കളുടെ ചില കൂലുകൾ, അതുപോലെ തന്നെ താബിയങ്ങളുടെ ചില കൂലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സലഫു സാലിഹീങ്ങൾ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ചില അസറുകൾ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനെയും അതുപോലെ തന്നെ പരലോകത്തിലേക്ക് തയ്യാറാകുന്നതിനെയും കുറിച്ചുള്ള ചില അസറുകൾ. ആദ്യമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു അസറാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യഅലമൂ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ അറിയുക, അന്നകും തഗ്ദൂന വതറൂഹൂന ഫീ അജലിൻ ഖദ് ഖയ്യിബത അൻകും ഇൽമുഹു, നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്, ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് നിങ്ങളെ തൊട്ട് അദൃശ്യമാക്കിയ അവധിയുടെ മേലിലാണ്. അവധിയിലാണ് നിങ്ങളെല്ലാം. നിങ്ങൾക്കൊക്കെ അവധിയുണ്ട്, ആയുസുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫൈനിസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, അൻ തൻഖളിയൽ ആജാലു അൻതും ഫി അമലില്ലാഹി ഫഫലു, നിങ്ങളുടെ അജൽ, മരണം അത് എത്തുമ്പോൾ ഇബാദത്തിലായിക്കൊണ്ടാണ് നിന്റെ അജൽ നിന്റെ അടുക്കലേക്ക് വരുന്നതെങ്കിൽ നീ അതിനുവേണ്ടി ശ്രമിക്കൂ. മരണമെത്തുന്ന സമയത്ത് അള്ളാഹുവിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കൂ. അള്ളാഹ് എപ്പോഴും ഇബാദത്തിലാകൂ. വലൻ തസ്തതിഉ ദാലിക ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾക്ക് സാധിക്കുകയില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അള്ളാഹു ഉദ്ദേശിച്ചാലേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫസാബികൂ ഫീ മുഹ്ലി അജാലിക്കും, ഈ ചുരുങ്ങിയ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നന്മകളിൽ മുന്നിടൂ. അവധി എത്തുന്നതിന് മുമ്പ് നിങ്ങൾ നന്മയിലേക്ക് കുതിക്കൂ. ഖബല അൻ തൻഖളിയ ആജാലുക്കും ഫയറുദ്ദക്കും ഇലാ അസ്വഅ അമാലിക്കും, എന്തിനു മുമ്പ് നിങ്ങൾ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങളുടെ അവധി എത്തുകയും മരണമെത്തുകയും അങ്ങനെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് മോശമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ നയിക്കുന്നതിന് മുമ്പ് നന്മകളിലേക്ക് നിങ്ങൾ മുന്നിടൂ. എന്നിട്ട് പറഞ്ഞു, ഫൈന അഖ്വാമൻ, തീർച്ചയായിട്ടും സമൂഹങ്ങൾ, ജഅലു ആജാലഹും ലിഗൈരിഹിം വനസു അൻഫുസഹും, അവരുടെ അവധികൾ, അവരുടെ ആയുസ് അവരെന്താണ് ചെയ്തത്? അവർക്ക് അല്ലാത്തവർക്കാക്കി. എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി ആയുസ് കളഞ്ഞു, സമൂഹത്തിന് വേണ്ടി ആയുസ് കളഞ്ഞു, കൂട്ടുകാർക്ക് വേണ്ടി ആയുസ് കളഞ്ഞു, കച്ചവടത്തിന് വേണ്ടി ആയുസ് കളഞ്ഞു. വനസൂ അൻഫുസഹും, സ്വന്തം നഫ്സിനെ, സ്വന്തം പരലോകം, സ്വന്തം ദീനിനെ കുറിച്ച് മറന്നു കളഞ്ഞു. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത ഇതാണ്. ബാക്കിയുള്ള ആളുകൾക്ക് സ്വന്തം ജീവിതം, സ്വന്തം ആയുസ് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി നശിപ്പിച്ചു കളഞ്ഞവർ. ഫഅൻഹാകും അൻ തകൂനു അംസാലഹും, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അതുപോലെ ആകുന്നതിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നു, അതുപോലെ നിങ്ങൾ ആകരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വൽ വഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എളുപ്പത്തിൽ വരൂ എന്ന് പറഞ്ഞാൽ ഖൈറിലേക്ക് വേഗത്തിൽ മുന്നിടൂ. സുമ്മൻ നജ, പിന്നീടാണ് വിജയം, അതിലാണ് വിജയമുള്ളത്. ഫൈന്ന വറാഅകും ത്വാലിബൻ ഹസീസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന, അതിയായ ആഗ്രഹം കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങളെ പിൻപറ്റുന്ന ഒരാളുണ്ട്. മർറുഹു സരിയ, അവന്റെ വേഗത, അവന്റെ നടത്തം വളരെ വേഗതയിലാണ്. അവൻ നിങ്ങളെ പിൻപറ്റുന്നത് വളരെ വേഗതയിലാണ്. യഅനി അൽ മൗത്ത്, അതെന്താണ്? മരണമാണ്.
പിന്നിലൂടെ പിൻപറ്റുന്ന വേഗതയിൽ നമ്മുടെ അടുക്കലേക്ക് നടക്കുന്ന മരണത്തിന് മുമ്പ് അള്ളാഹുലേക്ക് മുന്നിടാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമതായി കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു ഖൗലാണ് ഹാസിബു അൻഫുസകും, നിങ്ങൾ സ്വന്തം നഫ്സിനെ വിചാരണ നടത്തുക. ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. എല്ലാവർക്കും വിചാരണയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ലിൽ നിന്നും ഒഴിവാക്കിയവരൊഴികെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ൽ നൽകി അതിൽ നിന്നും ഒഴിവാക്കിയവരൊഴികെ അതല്ലാത്തവർക്കെല്ലാം വിചാരണയുണ്ട്. ആ വിചാരണ വരുന്നതിന് മുമ്പ് സ്വന്തം വിചാരണ നടത്തുക. വസിനു അൻഫുസകും ഖബല അൻ തുസനു, സ്വന്തം നഫ്സിനെ അളന്നു നോക്കുക, തൂക്കുക, അളവ്. ഖബല അൻ തുസനു, നിങ്ങൾ അളക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് അമൽ സ്വാലിഹാത്തുകൾ അളക്കുന്നതിന് മുമ്പ് സഹോദരങ്ങൾ സ്വന്തം നഫ്സിന്റെ എത്രത്തോളം നന്മകളുണ്ട്, എന്തെല്ലാം കുറവുകളുണ്ട്, ഈ ഒരു ഹിസാബ് എത്രത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം നന്മ അവൻക്കുണ്ടായിരിക്കും. ഓരോ നിസ്കാരത്തിനിടയിലും നിസ്കാരത്തിന് ശേഷമുള്ള ചിന്ത, എന്റെ കുറവുകൾ എന്തെല്ലാമാണ്, എനിക്കുള്ള കുറവുകൾ എന്തെല്ലാം എന്നുള്ള ചിന്ത. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വതസയ്യനു ലിഅർദിൽ അക്ബർ, വലിയ പ്രദർശനത്തിന് വേണ്ടി, ഏറ്റവും വലിയ പ്രദർശനത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക, അലങ്കരിക്കുക, സ്വന്തം അലങ്കരിക്കുക. യൗമ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അന്നത്തെ പ്രത്യേകത എന്താണ്? ഗോപ്യമാക്കപ്പെട്ട ഒരു കാര്യത്തിനെയും ഗോപ്യമാകാത്ത ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായി കൊണ്ട് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അമൽ സ്വാലിഹാത്തുമായി തയ്യാറാവുക എന്ന് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ മൂന്നാമതായി കൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇബ്നു ആദമിന്റെ മകനെ, മനുഷ്യ, യഅലം അന്ന മലക്കൽ മൗത്ത് അല്ലദീ ബുക്കില ബിക ലം യസൽ യുഖ്ലിഫുക, നീ അറിയുക, തീർച്ചയായിട്ടും നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ച മലക്കുൽ മൗത്ത് നിന്റെ പിന്നിലുണ്ട്, നിന്നെ പിന്തുടരുന്നുണ്ട്. വയതഖത്താ ഇലാ ഗൈരിക മുദ് അൻത ഫി ദുനിയ, നിന്റെ പിന്നിലൂടെ ചില സമയങ്ങളിൽ മറ്റു ചിലരിലേക്ക് മാറുന്നുണ്ട്, നീ ദുനിയാവിൽ ഉള്ളിടത്തോളം കാലം. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റു ചിലരുടെ മരണവാർത്ത നമുക്കറിയാം, അതിനുശേഷം നമ്മളിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മരണവാർത്ത നാളെ മറ്റു ചിലർ അറിയും, ജീവിച്ചിരിക്കുന്നവർ അറിയും. അങ്ങനെ എല്ലാവരും മരിക്കും എന്നുള്ളതാണ്. നിന്നെ പിന്തുടർന്നുകൊണ്ട്, നിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിന്നിലേക്ക് അടക്കുന്നവനെ പോലെയാണ് മരണമെന്നുള്ളത്. ഫഖുദ് ഹിദ്റക വസ്തഅദ് ലഹു വലാ തഗ്ഫൽ ഫഇന്നഹു ലാ യഗ്ഫലു അൻക, നീ ശ്രദ്ധിക്കുക, നീ അശ്രദ്ധയിലാകരുത്, അതിനുവേണ്ടി തയ്യാറാവുക, മരണത്തിനു വേണ്ടി തയ്യാറാവുക. കാരണം നീ അശ്രദ്ധയിലായാൽ നീ അശ്രദ്ധയിലാണെങ്കിലും ശ്രദ്ധയിലാണെങ്കിലും മൗത്ത്, അതായത് മരണം നിന്നെ തൊട്ട് അശ്രദ്ധയിലല്ല എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നിന്റെ സമയം എത്തുമ്പോൾ നിന്റെ അടുക്കലെത്തും. മരണം നിന്റെ യഥാർത്ഥ സമയത്ത് നിന്റെ അടുക്കലെത്തും എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, വഅലം ഇബ്നു ആദം ഇൻ ഗഫൽത അൻ നഫ്സിക വലം തസ്തഇദ് ലഹാ ഗൈറുക, നീ സ്വന്തം നഫ്സിനെ, സ്വന്തം മരണത്തെക്കുറിച്ച് അശ്രദ്ധയിലായി, നീ അതിനുവേണ്ടി തയ്യാറായില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടി തയ്യാറാകാൻ ആരുമില്ല. അവനാൻ പ്രവർത്തിച്ചത്, ഒരാൾ പ്രവർത്തിച്ചവര് പ്രവർത്തനങ്ങൾ, അമൽ സ്വാലിഹാത്തുകൾ അവൻക്കുണ്ടാകും, അതല്ലാത്തത് അവൻക്ക് ലഭിക്കുകയില്ല. വലാ ബുദ്ദ മിൻ ലിഖാഇല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് അത് സത്യമാണ്, സംശയമില്ലാത്തതാണ്. ഫഖുദ് ലിനഫ്സിക വലാ തകിൽഹാ ഇലാ ഗൈരിക, സ്വന്തം നഫ്സിന് വേണ്ടത് നീ സമ്പാദിച്ചു കൊള്ളുക, പിന്നീടത് നീ അല്ലാത്തവരുടെ മേലിൽ വരമേൽപ്പിക്കണ്ട. നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും, അഊദുബില്ല, ജീവിതകാലത്തിൽ മോശമായി കൊണ്ട് നടക്കും, എന്നിട്ട് ചില വസിയത്തുകൾ നിലകൊള്ളും,
മരിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് മൗലൂദ് നടത്തണം, അത് നടത്തണം, ഇത് നടത്തണം. അതുകൊണ്ട് സഹോദരങ്ങളെ യാതൊരു ഉപകാരവുമില്ല. വിദാത്തുകൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ മറ്റു കാര്യങ്ങളുണ്ട്. മുഅ്മിനാണെങ്കിൽ തൗഹീദില്ല ആളുകളാണെങ്കിൽ. ഇനി അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും തൂലൽ അമൽ, തീർച്ചയായിട്ടും നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും ഏറ്റവും ഭയപ്പെടുന്നത് തൂലൽ അമൽ. രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് തൂലൽ അമൽ, ആഗ്രഹം, വളരെ വിദൂരത്തിലുള്ള ആഗ്രഹങ്ങൾ. വത്തിബാഉൽ ഹവ, അതുപോലെ തന്നെ സ്വന്തം ഇച്ഛയെ പിൻപറ്റലും. ഫഅമ്മാ തൂലുൽ അമൽ, എന്നാൽ അദ്ദേഹം പറയുകയാണ്, ഫഅമ്മാ തൂലുൽ അമൽ ഫയുൻസിൽ ആഖിറ, വലിയ വിദൂരത്തിലുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അത് പരലോകത്തെക്കുറിച്ച് മറപ്പിക്കും. വഅമ്മാ ഇത്തിബാഉൽ ഹവ ഫയുദില്ലു അനിൽ ഹഖ്, എന്നാൽ ഹവയെ, സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നത് ഹക്കിൽ നിന്നും തെറ്റിച്ചു കളയും. ഹക്ക് മനസ്സിലായിട്ടും അത് പിന്തുടരാതെ അതിനെ ഇത്തിബാ ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം സ്വന്തം ഇച്ഛയെ, മനസ്സെന്താണോ ഇച്ഛിക്കുന്നത് അതിനെ പിൻപറ്റുന്നത് കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അലാ ഇന്ന ദുനിയ ഖദ് വല്ലത് മുദ്ബിറ വലാഖിറതു മുഖ്ബില, അറിയുക, ദുനിയാവത പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു, പരലോകമത മുന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. വലികുല്ലി വാഹിദ് മിൻഹുമാ ബനൂൻ, ഇവക്ക് രണ്ടുപേർക്കും മക്കളുണ്ട്. അതായത് ദുനിയാവിനും പരലോകത്തിനും മക്കളുണ്ട്, അതിന്റെ ആളുകളുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ ആളുകളാകുക. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയ, ദുനിയാവിന്റെ ആളുകൾ നിങ്ങൾ ആകരുത്. ഫഇന്നൽ യൗമ അമലുൻ, ഇന്ന് ദിവസം പ്രവർത്തനമുണ്ട്. വലാ ഹിസാബ്, പ്രവർത്തനമുണ്ട്. വലാ ഹിസാബ്, എന്തില്ല? ഹിസാബില്ല. ഇന്ന ദിവസം പ്രവർത്തനമുണ്ട്, ഹിസാബില്ല. വഗദൻ ഹിസാബ് വലാ അമൽ, നാളെ പ്രവർത്തനമില്ല, ഹിസാബേ ഉള്ളൂ. ആ ദിവസം എത്തുന്നതിന് മുമ്പ് പ്രവർത്തിക്കുക എന്ന് അമീർ മുഅ്മിനീൻ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമാം ഹസൻ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, അൽ മുഅ്മിനു ഖവ്വാമുൻ അലാ നഫ്സി, ഒരു മുഅ്മിൻ അവന്റെ സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽക്കൈയുള്ളവനാണ്. നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. പക്ഷെ അവന്റെ നഫ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അവന്റെ അടുക്കൽ കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഒരു മുഅ്മിന്റെ അടുക്കൽ യുഹാസിബു നഫ്സഹു, അവന്റെ നഫ്സിനെ അവൻ വിചാരണ നടത്തിക്കൊണ്ടേയിരിക്കും. വൈന്നമാ ഖഫൽ ഹിസാബു യൗമൽ ഖിയാമ അലാ ഖൗമിൻ ഹാസബു അൻഫുസഹും ഫിദ് ദുനിയ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും നാളെ പരലോകത്ത് തന്റെ ഹിസാബ് അത് കുറയുക ആർക്കാണ്? ദുനിയാവിൽ സ്വന്തം നഫ്സിനെ വിചാരണ നടത്തിയ ആളുകൾക്ക് നാളെ പരലോകത്തിൽ അവരുടെ വിചാരണ വളരെ ചെറുതായിരിക്കും, അത് കുറഞ്ഞതായിരിക്കും എന്നുള്ളതാണ്. വഇന്നമാ ശഖൽ ഹിസാബ യൗമൽ ഖിയാമ അലാ ഖൗമിൻ അഖദു ഹാദൽ അംറ മിൻ ഗൈരി മുഹാസബ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാളെ പരലോകത്ത് അവരുടെ വിചാരണ ശക്തമാവുക, പ്രയാസമുണ്ടാവും. വിചാരണയിൽ പ്രയാസമുണ്ടാകുന്നത് ദുനിയാവിൽ സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യാത്തവർക്കാണ്, കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവർക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൈമൂൻ ബിൻ മിർഹാൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ലാ യകൂനുൽ അബ്ദു തഖിയ്യൻ ഹത്താ യകൂന നഫ്സി ഹശദ്ദ മുഹാസബതൻ മിനശ്ശരീകി ലിശരീകിഹി, ഒരു അടിമ തഖ്വയുള്ളവനാവുകയില്ല ഏതുവരെ സ്വന്തം നഫ്സിനെ ശക്തമായി കൊണ്ട് വിചാരണ നടത്താതെ. ഏതുപോലുള്ള വിചാരണ? ഏതിനേക്കാൾ ശക്തമായിട്ടുള്ള വിചാരണ? കച്ചവടത്തിന് വേണ്ടി ഒരു പങ്കുകാരനെ കണ്ടുമുട്ടുമ്പോൾ, ഒരു പങ്കുകാരനെ ചേർക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും. അവൻ പറ്റിക്കുമോ? അവൻ എന്താണ് അവന്റെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ? അങ്ങനെയുള്ള വിഷയങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ പുലർത്തുമോ അതിലേറെ ശ്രദ്ധ, അതിലേറെ വിചാരണ സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ പുലർത്തും എന്നുള്ളവരാണ് തഖ്വയുള്ള അടിമ. സുബ്ഹാനല്ലാഹ്, എന്ന് നോക്കൂ. വലിഹാദ ഖീല, അതുകൊണ്ട് തന്നെ പറയപ്പെട്ടു, അൻ നഫ്സു കശരീകുൽ ഖവ്വാൻ, മനസ്സ് എന്നുള്ളത് വഞ്ചിക്കുന്ന പങ്കാളിയാണ്, കച്ചവട പങ്കാളി. ഇല്ലം തുഹാസിബുഹു ദഹബൽ മാലിക്, നീ അവൻ വിചാരണ നടത്തിയിട്ടില്ലെങ്കിൽ, നിന്റെ നഫ്സിനെ വിചാരണ നടത്തിയിട്ടില്ലെങ്കിൽ നിന്നെ വാലുകൊണ്ട്, നിന്റെ സമ്പത്ത് കൊണ്ട് അവൻ പോകും. നിന്റെ അടുക്കലുള്ള നന്മ കൊണ്ട്
നഫ്സ് നഷ്ടത്തിൽ നിന്നും പോയി കളയും എന്നുള്ളതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും മിനിറ്റുകൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട്, വർഷങ്ങൾ പഠിച്ചുണ്ടാക്കിയതും വർഷങ്ങൾ ഇബാദത്ത് ചെയ്തതുമായിട്ടുള്ള ഈമാനും തഖ്വയും എല്ലാം മിനിറ്റുകൾ കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവസാനമായി കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഹിജ്റ 118 ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നൊരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനെ കുറിച്ച്, ഇന്ന സ്വാലിഹീന ഫീമാ മള കാനത് അൻഫുസുഹും തവാതീഹിം അലൽ ഖൈരി അഫ്വാ. നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ സാലിഹ്യങ്ങൾ, അതായത് സ്വഹാബാക്കൾ, അവർ ഖൈറിലേക്ക് അടുത്തിരുന്നത് അവരുടെ നഫ്സുകൾ അതിനെ കൊതിച്ചുകൊണ്ടായിരുന്നു. ഖൈറുകൾ ചെയ്ത് നിസ്കരിച്ചിരുന്നത്, നോമ്പ് നോറ്റിരുന്നത്, അതുപോലെ സ്വതക്ക നൽകിയിരുന്നതെല്ലാം അവരുടെ മനസ്സുകൾ ഖൈറിലേക്ക് കൊതിച്ചുകൊണ്ടായിരിക്കുന്നു. വൈന്ന അംഫുസന, എന്നിട്ട് അദ്ദേഹം പറയാൻ, പക്ഷെ നമ്മുടെ മനസ്സുകൾ ലാ തകാദു തവാതീന ഇല്ലാ അലാ കുർഹിൻ, വെറുത്തുകൊണ്ടല്ലാതെ, മനസ്സിനെ ശക്തമായിക്കൊണ്ട് പ്രഹരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് നന്മകളിലേക്ക് അടക്കാൻ സാധിക്കുന്നില്ല. അതായത് ഒരുപാട് ഖൈറുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഹിജ്റ 118 ജനിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജനിച്ച അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫയംബഗി ലനാ അൻ നുക്രിഹഹ, നമ്മുടെ മേൽ നിർബന്ധമാണ് അതിനെ നിർബന്ധിക്കാൻ, മനസ്സിനെ നിർബന്ധിച്ചുകൊണ്ട് നന്മകളിലേക്ക് മുന്നിടുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അതിനുശേഷം അബ്ദുർ റസാഖ് അൽ-ഹഫിളുല്ലാഹ് പറയുകയാണ്, ഫകൈഫ ലഹാലു ഫീ സമാനിന, നമ്മുടെ കാലഘട്ടത്തിലെ അവസ്ഥ എന്താണ്? അന്ന് ഈ അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, സ്വന്തം നഫ്സിനെ നന്നാക്കാൻ ശ്രമിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതി നഫൂസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയ്യുഹ മൗലാഹ. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ.